മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് ദേവിക. ഞാൻ കീഴാറൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർ ആണ്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ചില പ്രധാന അറിവുകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ സ്വാതന്ത്ര്യദിനമായി എല്ലാ വർഷവും ആഘോഷിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നീണ്ട സംഭവത്തെക്കുറിച്ച് ആളുകൾ ഓർമ്മിപ്പിക്കുന്നു. 1947 സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലൂടെ ധാരാളം സ്വാതന്ത്ര്യ സമര പോരാളികൾ ജീവൻ അർപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ഓഗസ്റ്റ് 17 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. ഡൽഹിയിലെ ലാഹോർ ഗേറ്റിനു സമീപം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. ദേശീയ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തെ ആഘോഷിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും മറ്റാളുകളും ഒരുമിച്ച് വരുന്നു. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ദേശീയ പതാക ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. അതിനുശേഷം 21 തോക്കുകളിലായി വെടിവെച്ചും വാലന്റൈൻ പർവ്വതാരോഹണവും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് പതാകയിൽ വയ്ക്കുകയാണ്. നമ്മുടെ പതാകയിലെ ത്രിവർണ ശക്തി ധീരവും ത്യാഗവും സമാധാനം സത്യം എന്നിവയ്ക്കായി വെളുത്തതും വിശ്വാസത്തിനും വേണ്ടിയുള്ള പോരാട്ടവുമാണ്. ഞങ്ങളുടെ പതാകയുടെ മധ്യത്തിൽ ഒരു അശോക ചക്രയുണ്ട്. അതിൽ 24 സ്പൈരികളുണ്ട്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, ഗാന്ധിജി, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നിവരുടെ മഹത്തായ ത്യാഗങ്ങൾ ഈ പ്രത്യേക ദിനത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഞാൻ ആര്യ മോഹൻ, GHSS കീഴാറൂർ NSS യൂണിറ്റിലെ വോളണ്ടിയറാണ്. ഇന്ത്യയുമായി സംബന്ധിച്ച് ചില അറിവുകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി. നാഷണൽ മോട്ടോ സത്യമേവ ജയതേ. നാഷണൽ റിവർ ഗംഗ. നാഷണൽ ഇൻസ്ട്രുമെൻറ്റ് വീണ. നാഷണൽ ഫ്ലവർ ലോട്ടസ്. നാഷണൽ റെപ്റ്റൈൽ കിങ് കോബ്ര. നാഷണൽ ബേർഡ് പീകോക്ക്. നാഷണൽ ഫ്രൂട്ട് മാംഗോ. നാഷണൽ ട്രീ ബനിയൻ ട്രീ. നാഷണൽ അനിമൽ ടൈഗർ. നാഷണൽ ഹെറിറ്റേജ് അനിമൽ എലിഫൻറ്റ്. നാഷണൽ സ്പോർട്ട് ഫീൽഡ് ഹോക്കി. നാഷണൽ വെജിറ്റബിൾ പംകിൻ. നാഷണൽ സോങ് വന്ദേ മാതരം. നാഷണൽ എംബ്ലം ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. മനസ്സ് നന്നാവട്ടെ. ഞാൻ ആർഷ അജിത്, GHSS കീഴാറൂർ സ്കൂളിലെ NSS വോളണ്ടിയറാണ്. ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും 29 സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളുമാണ്. ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ്, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, ആസാം ദിസ്പൂർ, ബീഹാർ പട്ന, ഛത്തീസ്ഗഡ് റായ്പൂർ, ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജമ്മു കാശ്മീർ ശ്രീനഗർ, ജാർഖണ്ഡ് റാഞ്ചി, കർണാടകം ബാംഗ്ലൂർ, കേരളം തിരുവനന്തപുരം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇൻഫൽ, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസവൽ, നാഗാലാൻഡ് കൊഹിമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാട് ചെന്നൈ, തെലുങ്കാന ഹൈദരാബാദ്, ത്രിപുര അഗർത്തല, ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. മനസ്സ് നന്നാവട്ടെ. I am Akhila from GHSS Kizharur. Today I am here to present about Indian Defence System. The Indian Armed Forces are the military forces of the Republic of India. It consists of 3 professional uniformed services: the Indian Army, Indian Navy and Indian Air Force. Additionally, the Indian Armed Forces are supported by the Indian Coast Guard and paramilitary organizations, and various inter-service commands and institutions such as the Strategic Forces Command, the Andaman and Nicobar Command, and the Integrated Defence Staff. The President of India is the Supreme Commander of the Indian Armed Forces.
The Indian Armed Forces are under the management of Ministry of Defence of the Government of India. With strength over 1.4 million active personnel, it is the world's second largest military force and has the world's largest volunteer army. It also has the third largest defense budget in the world. As per 2015 credit report, the Indian Armed Forces is the fifth most powerful military in the world, whereas the 2020 Global Firepower Report lists it as the fourth most powerful military. Thank you. മനസ്സ് നന്നാവട്ടെ. I am Princey in Government HSS Kirarur unit. I am here to say about education system and science research in India. After independence, Jawaharlal Nehru initiated reforms to promote higher education and science and technology in India. The Indian Institute of Technology, conceived by a 22-member committee of scholars and entrepreneurs in order to promote technical education, was inaugurated on 18th August 1951 at Kharagpur in West Bengal by the Minister of Education Maulana Abul Kalam Azad. More IITs were soon opened in Bombay, Madras, Kanpur and Delhi as well in the late 1950s and early 1960s. Beginning in the 1960s, close ties with the Soviet Union enabled the Indian Space Research Organization to rapidly develop the Indian space program and advance nuclear power in India even after the first nuclear test explosion by India on 18th May 1974 at Pokhran. മനസ്സ് നന്നാവട്ടെ. I am Sandra. I am going to say about geographical diversity. The physical features of India consist of numerous beautiful rivers, dry desert, evergreen forests, fertile plains, long coastal lines, and lofty mountains. Some regions of the country are considered to be the most fertile region in the whole world, whereas some regions are so unproductive that you can hardly grow anything on them. India is basically divided into four regions, namely Himalayan region or the northern mountain that include regions like Kashmir, Sikkim, Bhutan, Kangara and much more. The second region is the northern plain that consists of major river systems of the country like Sindhu, Ganga, Brahmaputra and their tributaries. This region is the most fertile and productive region in the whole country. The third consists of the plateau of central India and Deccan, and the fourth region lies between the Arabian Sea and the Western Ghats. With these four regions, India is known from having 1/15 of total population of the whole world, and the statistics are hiking day by day. Thank you.